ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മഞ്ഞപ്പട ടി വി. സോ ഓൺ ബിഹാഫ് ഓഫ് മഞ്ഞപ്പട നിങ്ങളെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, മഞ്ഞപ്പട കഴിഞ്ഞ മാച്ച് മുതൽ, അതായത് മുഹമ്മദൻ സെസിയുമായിട്ടുള്ള ഹോം മാച്ച് മുതൽ നമ്മളൊരു പ്രൊട്ടസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റ് ആരംഭിക്കാൻ ഉണ്ടായ കാരണങ്ങൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസ് എ ഫാൻ ക്ലബ്, ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷക്കണക്കിനായ ആരാധകരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫാൻ ക്ലബ്ബ് എന്ന നിലയിൽ മഞ്ഞപ്പട ഓരോ സീസണിന്റെ മുന്നേയും മാനേജ്മെന്റുമായും ഓണേഴ്സുമായും കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും നടത്തി മഞ്ഞപ്പടയുടെ ആവശ്യം അല്ലെങ്കിൽ ഈ ഫാൻസിന്റെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ 11 സീസണായിട്ട് നമ്മുടെ മാനേജ്മെന്റിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ടീമിനെ ഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സോ നമുക്ക് ISL കൂടാതെ ദുരൻ കപ്പ്, സൂപ്പർ കപ്പ് എന്നീ ടൂർണമെന്റുകളുണ്ട്. ISL തന്നെ നമുക്ക് ഇപ്പോൾ 11 സീസണുകളായി. ഇത്രയും ആയിട്ടും ഇത്രയും ഫാൻ ഫോളോവിംഗ് ഉള്ള, ഇത്രയും ആരാധകരുടെ പിന്തുണയുള്ള ഒരു ടീമിന് ഒരു കപ്പ് പോലും നേടാനാവുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിനായി വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമിനെ സൃഷ്ടിക്കുക, മികച്ച റീപ്ലേസ്മെന്റുകളും മികച്ച സൈനിങ്ങുകളും എല്ലാം നടത്തി ആ ഒരു ടീമിനെ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ കപ്പുകൾ അടിക്കാൻ പാകത്തിലുള്ള ഒരു ടീമാക്കി തീർക്കുക എന്നത് ആ ടീമിന്റെ അല്ലെങ്കിൽ ആ ക്ലബിന്റെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പല ക്ലബ്ബുകളും തങ്ങൾക്ക് ഫാൻസിനെ കിട്ടാൻ വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു കാര്യവും ചെയ്യാതെ തന്നെ ഈ ഒരു ടീമിനെ നെഞ്ചോട് ചേർക്കുന്ന ലക്ഷക്കണക്കിനായ ആരാധകരുള്ള ഈ ഒരു ടീമിന് അത്രയുമെങ്കിലും ഈ ഒരു ഫാൻസിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഒരു കപ്പിന് വേണ്ടി കാത്തിരിക്കാനാണെങ്കിൽ ഈ ഒരു ഫാൻസ് അല്ലെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കും. അത്രയ്ക്കും ലോയലാണ് ഈ ഒരു ക്ലബിനോട് ഈ കേരളത്തിലെ ആരാധകർ. പക്ഷെ കപ്പിനുപരി ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമുക്കൊരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീം, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനും ഫോറിൻ പ്ലേയേഴ്സും നമ്മുടെ സ്ക്വാഡ് ഡെപ്തും ഇന്ത്യൻ പ്ലേയേഴ്സും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിന്നിംഗ് മെന്റാലിറ്റി ടീമിന് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം ആ ഒരു മെന്റാലിറ്റി ആസ് എ ഫാൻ ക്ലബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതൊരു മാനേജ്മെന്റിന്റെ ലെവലിൽ നിന്ന് തന്നെ താഴോട്ട് ടീമിലേക്ക് പ്രതിഫലിക്കേണ്ട ഒരു കാര്യമാണ്. ആ മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഫാൻസ് കപ്പിനോട് ഒബ്സസ്ഡ് ആവരുതെന്ന് പറയുമ്പം അത് എന്താ പറയാ, ഫാൻസ് കപ്പിനോടല്ല ഒബ്സസ്ഡ് ആവുന്നത്. ആക്ച്വലി ടീമിന്റെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ടീം കപ്പിലേക്ക് എത്തും. പിന്നെ ഇത്രയും സൂപ്പർ കപ്പ്, ദുരൻ കപ്പ്, ISL എന്നീ 3 ടൂർണമെന്റുകൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ നമുക്ക് ഇത്രയും ഫാൻ ഫോളോവിങ് ആയ ഒരു ടീമിന് ഒരു കപ്പ് നേടാനാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണ ഒരു ഫാൻസിന് ഉറപ്പായിട്ടും ഒരു വേദനയാക്കുന്ന കാര്യം തന്നെയാണ്. അത് കപ്പിന് ഒബ്സസ്ഡ് ആയിട്ടോ മറ്റോ ഒന്നുമല്ല. പക്ഷെ ഒരു നോർമൽ ഫാൻ, ഒരു സാധാരണ ഫുട്ബോൾ പ്രേമി, ഒരു ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ 11 വർഷമായിട്ട് ഒരു കപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും സീസണുകളിൽ മഞ്ഞപ്പട നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആസ് എ ഫാൻ ക്ലബ്, ആസ് എ ഫാൻസ് നമ്മൾ എന്താണ് ഒരു ടീമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കൃത്യമായി മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ ഒരു സീസണിലും ഈ ഒരു അവസ്ഥ തുടർന്നു പോയപ്പോഴാണ് മഞ്ഞപ്പട ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം മഞ്ഞപ്പടയുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയും അല്ലെങ്കിൽ വിങ് ഗ്രൂപ്പുകളിലൂടെയും മഞ്ഞപ്പടയുടെ മെമ്പേഴ്സും മറ്റു ആരാധകരും എല്ലാവരും ഈ ഒരു ഘട്ടത്തിലെങ്കിലും മഞ്ഞപ്പട പ്രതിഷേധത്തിലേക്ക്, മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നാൽ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നുള്ള നിരന്തരമുള്ള മെസ്സേജുകളെല്ലാം കണക്കിലെടുത്താണ് മഞ്ഞപ്പട ഒരു പ്രതിഷേധം എന്നൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഓരോ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേയും മഞ്ഞപ്പട കൃത്യമായിട്ട് മഞ്ഞപ്പടയുടെ ആവശ്യം അല്ലെങ്കിൽ എന്താണ് ഈ ടീമിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മഞ്ഞപ്പട കൃത്യമായിട്ട് ഓരോ സീസണിന് മുന്നേയും മാനേജ്മെന്റുമായിട്ടുള്ള മീറ്റിങ്ങും ഫാൻ ഫോറംസിലൂടെയും അറിയിക്കാറുണ്ട്. എന്നാൽ ഇത്രയും സീസൺ ആയിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയോ അതിനുതകുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു സീസണിലും അതേ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. നമ്മുടെ ടീം ഇപ്പം പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ്. ഹൈദരാബാദ്, മുംബൈ, അതേപോലെ മോഹൻ ബഗാൻ, ഗോവ എന്നീ ടീമുകളോടൊക്കെ നമ്മൾ ഹോമിലും അവയിലുമായിട്ടൊക്കെ തോറ്റു. പോയിന്റ് ടേബിളിൽ ഒരു 10ാം സ്ഥാനം എന്നുള്ള ഒരു നിലയിലാണ് നമ്മുടെ ടീം നിൽക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്താൻ നമ്മുടെ ടീമിനാവുന്നില്ല. മികച്ച ഇന്ത്യൻ സ്ക്വാഡ് ഇല്ല, ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല, സ്ക്വാഡ് ഡെപ്ത് ഇല്ല. ഫോറിനേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്.
കോച്ചിനെ പെർഫോമൻസിന്റെ മോശമായി എന്ന് പറഞ്ഞ് താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കോച്ചിനെ പുറത്താക്കി. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞപ്പട പെട്ടെന്നൊരു നിമിഷം ചാടി ഇറങ്ങി പ്രതിഷേധത്തിലേക്ക് കടന്നതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കുകയും എന്താണ് ഫാൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ എന്താണ് ഫാൻസ് ഈ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒഫീഷ്യലിയും അല്ലാതെയും മാനേജ്മെന്റിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും സീസണുകളായിട്ടും അതിൽ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ മാനേജ്മെന്റിന് ആയിട്ടില്ല. അപ്പം ഈ ഒരു സീസണിലും അതേ ഒരു അവസ്ഥ തുടർന്നതിനാൽ മാത്രമാണ് മഞ്ഞപ്പട ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധത്തിലൂടെ മഞ്ഞപ്പട എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മഞ്ഞപ്പട കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഷോർട്ടായിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ കൃത്യമായിട്ട് ടീം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഏതൊക്കെ പൊസിഷനിലേക്കാണോ നമ്മുടെ ടീമിലേക്ക് പ്ലേയേഴ്സിനെ വേണ്ടി ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇതാ ഏകദേശം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഒരു മികച്ചൊരു അവസരമാണ് നമ്മുടെ ടീമിന്റെ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കി ആ ഒരു പൊസിഷനിലേക്ക് വേണ്ട പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അത് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് ആണ്. നമ്മൾ പല ഇന്ത്യൻ പ്ലേയേഴ്സിനെയും നമ്മൾ വേറെ ടീമുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുതകുന്ന രീതിയിൽ മറ്റൊരു ഇന്ത്യൻ പ്ലെയറെ ആ പൊസിഷനിലേക്ക് സൈൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലാണ്. അപ്പൊ നമ്മൾ ഒരു പ്ലെയറെ മറ്റൊരു ടീമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊത്ത രീതിയിൽ ആ പൊസിഷനിൽ ഒരു വിള്ളൽ വീഴാത്ത രീതിയിൽ മറ്റൊരു പ്ലെയറെ കണ്ടെത്തി സൈൻ ചെയ്യേണ്ടത് നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം മികച്ചൊരു ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ സ്ക്വാഡ് ഉണ്ടാവുക. നമുക്ക് ഒരു പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ചു വരുന്ന പ്ലെയറും അതേ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്ലെയർ പൊസിഷന് വേണ്ടിയിട്ട് ടീമിൽ തന്നെ ഇന്റേണലി ഒരു ആരോഗ്യപരമായുള്ള ഒരു മത്സരം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ISL ഷീൽഡ് അടിക്കാവുന്ന ഒരു ടീം എന്ന നിലയിലേക്കൊക്കെ നമുക്ക് വളരാനാവും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഫോറിനേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിനെ തന്നെ സൈൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് പല കോച്ചസിനും മാറിയിട്ടുണ്ട്. അതുപോലെ മഞ്ഞപ്പട ഉന്നയിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടീം എന്ന് പറയുമ്പോൾ ആ ടീമിന് ഒരു വിന്നിംഗ് മെന്റാലിറ്റി വേണം. അപ്പം ആ ഒരു വിന്നിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി എന്നുള്ളത് മാനേജ്മെന്റിന്റെ ലെവലിൽ തന്നെ ആരംഭിച്ച് അത് ടീമിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെ ആവണം. അല്ലാതെ മാനേജ്മെന്റിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കപ്പിനോട് ഒബ്സഷൻ പാടില്ല എന്നൊരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൻസിനോട് പറയുമ്പോൾ ആക്ച്വലി ഫാൻസ് കപ്പിനോടല്ല ഒബ്സസ്ഡ് ആവുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു ടീം, ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ടീം, അതൊക്കെയാണ് ഈ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. കപ്പ് മാത്രം ഒബ്സസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ലോയൽ ആയിട്ടുള്ള 11 വർഷമായിട്ടും കപ്പില്ലാത്ത ഒരു ടീം നിറഞ്ഞ ഗാലറിയിൽ അല്ലായിരുന്നു കളിക്കുക ഓരോ മത്സരവും. അപ്പം ഈ ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഈ മാനേജ്മെന്റ് ലെവലിനെ പ്രതിഫലിക്കണം ടീമിലേക്ക്. എന്നാൽ മാത്രമേ ഈ ഒരു ടീമിന് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഒട്ടനവധി ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ ISL കൂടാതെ ദുരന്ത് കപ്പ്, സൂപ്പർ കപ്പ് എന്നീ ടൂർണമെന്റുകൾ ഉണ്ടായിട്ട് കൂടി ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ട് ഒരു കപ്പ് അടിക്കാനാവുന്നില്ല എന്നത്. ദുരന്ത് കപ്പ്, സൂപ്പർ കപ്പ് എന്നീ ടൂർണമെന്റുകൾ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി മാനേജ്മെന്റ് കാണുന്നില്ല എന്നതാണ് പലരുടെയും സംശയം. കാരണം പല ടീമുകളും മെയിൻ ടീമുകളെ അയക്കാത്തൊരു ടൂർണമെന്റ് എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു ടീമിനെ അയച്ച് അതിലൊരു കപ്പ് അടിച്ചുകൂടാ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ആസ് ഒരു ഫാൻ ഗ്രൂപ്പ് മഞ്ഞപ്പട എന്നുള്ളത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ക്ലബ്ബ് എന്ന ലേബലിലേക്ക് പലരും കാണുന്ന ഒരു ഫാൻ ക്ലബ്ബാണ്. അവർ ആക്ടിവിറ്റികൾ കൊണ്ടായാലും സ്റ്റേഡിയത്തിലെ ആക്ടിവിറ്റി ആയാലും ചാൻഡുകളായാലും ടിഫോ ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ മേഖല ആസ് എ ഫാൻ ക്ലബ് ഏതൊക്കെ മേഖല എടുത്താലും അവിടെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫാൻ ക്ലബ്ബാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടിഫോ അല്ലെങ്കിൽ ടിഫോ പ്ലസ് മൊസൈക്ക് ചെയ്തൊരു ഫാൻ ക്ലബ്ബാണ്. അതുപോലെ പല ആക്ടിവിറ്റികളും ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും ഓഫ് സീസണിലും എല്ലാം കണ്ടക്ട് ചെയ്ത് എപ്പോഴും ഈ ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്ന ഇത്രയും ലോയൽ ആയിട്ടുള്ള ഒരു ഫാൻ ക്ലബ്ബ് ഉണ്ടായിട്ട് പോലും ടീമിന് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി തിരിച്ച് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു സ്ക്വാഡിനെ കണ്ടെത്തി തരാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല എന്നത് ഇപ്പോഴും വളരെ ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. ആസ് എ ഫാൻ ക്ലബ് മഞ്ഞപ്പട ടീമിന് വേണ്ടി അവരുടെ 100% കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ ഒരു കഴിഞ്ഞ വർഷത്തെ മികച്ച ഫാൻ ക്ലബിനുള്ള പുരസ്കാരവും മഞ്ഞപ്പടയ്ക്കായിരുന്നു. സോ ഒരു ഫാൻസ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിന്റെ ഫാൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മഞ്ഞപ്പട ചെയ്യുന്നുണ്ട്. ഈ ടീമിന് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു ടീമിനെ ഈ ഒരു ഫാൻസിന് നൽകുക എന്നുള്ളത് മാത്രമാണ്.
ഏതൊക്കെ ഗാലറി ഒഴിഞ്ഞു കിടന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് നോക്കായിരുന്നു. കാരണം ടീമിന്റെ ഏതൊരു ഘട്ടത്തിലും മഞ്ഞപ്പട സ്റ്റാൻഡിൽ ആളുകൾ ഉണ്ടായിരിക്കും. മഞ്ഞപ്പട സ്റ്റാൻഡ് നിറഞ്ഞു തന്നെ നിൽക്കും. ഹോം സ്റ്റേഡിയം എന്നോ എവേ സ്റ്റേഡിയം എന്നോ മഴയെന്നോ വെയിലെന്നോ നോക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ടീം എവിടെയൊക്കെ കളിക്കുന്നോ അവിടെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരാധക കൂട്ടായ്മയാണ് മഞ്ഞപ്പട. അതിപ്പോൾ സീനിയർ ടീം അല്ലെങ്കിൽ പോലും മഞ്ഞപ്പടയുടെ ഒരു മെമ്പറെങ്കിലും അവിടെ പോയി ആ ടീമിന് വേണ്ടി cheer ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് ഈ മഞ്ഞപ്പട ടീമിന് നൽകുന്ന സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് മഞ്ഞപ്പടയുടെ കൂടെയുള്ള ഓരോ ആരാധകനും വേണ്ടിയാണ്, കളി കാണാൻ വരുന്ന ഓരോ ആരാധകനും വേണ്ടിയാണ്, ടീമിന്റെ നല്ലൊരു നാളേക്കായിട്ട് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മഞ്ഞപ്പട ആരംഭിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഒരു പ്രൊട്ടസ്റ്റ് ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. മഞ്ഞപ്പട നോർമലി ഈസ്റ്റ് ഗാലറി അല്ലെങ്കിൽ മഞ്ഞപ്പട സ്റ്റാൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു മാച്ച് ഡേ ആയാലും ഓപ്പോണൻസിന് ഒരു ഹെൽ എന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ മഞ്ഞപ്പട ആ ഒരു സ്റ്റാൻഡിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഏതൊരു ടീമും ഏതൊരു ഓപ്പോസിറ്റ് ടീമും അല്ലെങ്കിൽ ഏതൊരു എതിർ കളിക്കാരനും ആ ഒരു സ്റ്റേഡിയത്തിൽ കലൂര് വന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കാല് വിറയ്ക്കുമായിരുന്നു. കാരണം ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് മഞ്ഞപ്പട ആ ഒരു സ്റ്റേഡിയത്തിൽ ക്രിയേറ്റ് ചെയ്യാറ്. നമ്മുടെ ഹോം നിങ്ങളുടെ ഹെൽ എന്ന രീതിയിൽ അവർ ഹോം യുവർ ഹെൽ എന്നാണ് മഞ്ഞപ്പട മഞ്ഞപ്പടയും ബാക്കിയുള്ള ഫാൻ ക്ലബ്ബ് പോലും ആ ഒരു രീതിയിലേക്ക് വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ഹോം സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയർ. അത് ഈ ഒരു ക്ലബിനെ ഏറ്റവും യുണീക്ക് ആക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആക്കുന്നത് ഈ ഒരു മഞ്ഞപ്പട സ്റ്റാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഫാൻസ് തന്നെയാണ്. മഞ്ഞപ്പട സ്റ്റാൻഡിൽ നടക്കുന്ന ഈ ഒരു ആക്ടിവിറ്റീസ് തന്നെയാണ് ടീമിന്റെ ഒരു ബലം. ഇത് കൂടാതെ മഞ്ഞപ്പട ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഹോം മാച്ചുകൾക്കുള്ള ടിക്കറ്റുകൾ മഞ്ഞപ്പട വിങ് ഗ്രൂപ്പ് വഴി കൊടുക്കാറുണ്ട്. അതായത് മഞ്ഞപ്പട മെമ്പേഴ്സിന് അല്ലെങ്കിൽ വിങ് ഗ്രൂപ്പ്സ് വഴി മഞ്ഞപ്പട അഡ്മിൻസുമായി ബന്ധപ്പെടുന്നവർക്കാണ് ഈ ഒരു ടിക്കറ്റ് കൊടുക്കാറ്. അതും ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ കിട്ടുന്നതിനേക്കാളും വില കുറവിലാണ് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടിലാണ് മഞ്ഞപ്പട ഈ ടിക്കറ്റ് കൊടുക്കാറുള്ളത്. സോ പ്രതിഷേധത്തിന്റെ ആദ്യ പടി എന്ന നിലയിൽ മഞ്ഞപ്പട കൃത്യമായി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ സിഇഒയെയും അല്ലെങ്കിൽ ഓണർമാരെയും ടാഗ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മഞ്ഞപ്പട എന്താണ് ഈ ഒരു മാനേജ്മെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞപ്പടയ്ക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അതേപോലെ മഞ്ഞപ്പട പ്രൊട്ടസ്റ്റിലേക്ക് കടക്കുമ്പോൾ മഞ്ഞപ്പട എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളത് മഞ്ഞപ്പട ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായി നിങ്ങൾ കണ്ട പോലെ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പടയുടെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഈ ഫാൻസും ഈ ഒരു ഫാൻസിന്റെ വോയിസുമാണ്. അപ്പം ആ ഒരു വോയിസ് ആദ്യം നിർത്തുകയാണ് മഞ്ഞപ്പട ചെയ്തത്. മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇനി ഡ്രംസ് കൊണ്ടുള്ള കാര്യങ്ങളോ ചാൻഡുകളോ ടിഫോകളോ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല. മഞ്ഞപ്പട സ്റ്റാൻഡ് സൈലന്റ് ആയി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ആദ്യ പടി എന്ന നിലയിൽ മഞ്ഞപ്പട തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടാതെ സ്റ്റേഡിയത്തിന് പുറത്ത് മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും സംഘടിപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് മഞ്ഞപ്പട ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. സോ അതുകൂടാതെ ഓൺലൈനിലൂടെ മറ്റു രീതിയിലുള്ള #ടാഗ്സ് കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിഷേധങ്ങളും ഇതിന്റെ കൂടെ തന്നെ പാരലലായിട്ട് നടക്കും. അപ്പോൾ കഴിഞ്ഞൊരു മാച്ച് മുഹമ്മദൻ സസി ആയിട്ടുള്ള ഒരു കഴിഞ്ഞ മാച്ചിലാണ് മഞ്ഞപ്പട ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം നടപ്പിലാക്കിയത്. അത് സ്റ്റേഡിയത്തിന്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ തുടക്കം. സ്റ്റേഡിയത്തിന്റെ പുറത്ത് വെച്ച് നമ്മൾ മാനേജ്മെന്റിനെതിരെയുള്ള ബാനർ ഒരു റാലി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മീഡിയാസിന് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മീഡിയാസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രതിഷേധം ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന ഓരോ ആരാധകനും വേണ്ടിയുള്ളതാണ്. മഞ്ഞപ്പട എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചോട് ചേർത്ത ലക്ഷക്കണക്കിനായ ആരാധകരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അപ്പം നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ പ്രതിഷേധം. നമ്മുടെ ടീമിന്റെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ ഓരോ ആരാധകനും ഈ ഒരു മഞ്ഞപ്പടയുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ് വേണ്ടത്. അപ്പം കഴിഞ്ഞ മാച്ചിൽ ഔട്ട്സൈഡ് സ്റ്റേഡിയം നമ്മൾ ബാനർ വെച്ച് റാലി ചെയ്തു. മാച്ച് കാണാൻ വരുന്നവർ മാക്സിമം മഞ്ഞപ്പടയുടെ ആക്ടിവിറ്റികളിൽ പങ്കുചേരുക. അതിന്റെ കൃത്യമായ സമയവും കാര്യങ്ങളും മഞ്ഞപ്പടയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ആ റാലി അവസാനിച്ചു. നമ്മൾ മീഡിയാസിനോട് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. ശേഷം എല്ലാവരും മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് കയറി. സോ ഈ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ആക്ടിവിറ്റീസ് നിർത്തിവെക്കുക എന്നതിന്റെ കൂടെ തന്നെ മഞ്ഞപ്പട മെമ്പേഴ്സിന് കൊടുക്കുന്ന ടിക്കറ്റ് കൂടി നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം മഞ്ഞപ്പട എടുത്തിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായി കഴിഞ്ഞ മുഹമ്മദൻ സസി മാച്ചിന് മഞ്ഞപ്പട മെമ്പേഴ്സിന് മഞ്ഞപ്പട വഴി ടിക്കറ്റ് നൽകിയിരുന്നില്ല. കളി കാണാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ വഴിയും അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് വഴിയും ടിക്കറ്റ് എടുത്താണ് ആ മാച്ചിന് കയറിയിട്ടുള്ളത്. അപ്പോൾ മഞ്ഞപ്പട വഴി ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് മഞ്ഞപ്പട
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്പേഴ്സിന് ഒരു ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് ആ വിങ് ഗ്രൂപ്പ് വഴി അഡ്മിൻസുമായി ബന്ധപ്പെടുന്നവർക്കും ലഭിക്കുന്നതാണ്. പക്ഷെ ആ ഒരു ടിക്കറ്റ് കഴിഞ്ഞ മാച്ച് മുതൽ, അങ്ങനെ കൊടുക്കുന്ന ടിക്കറ്റ് കഴിഞ്ഞ മാച്ച് മുതൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ മാനേജ്മെന്റുമായിട്ടുള്ളൊരു സഹകരണം അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് കൂടെ നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് മഞ്ഞപ്പട. സോ ഇനി സ്റ്റേഡിയത്തിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഓരോ ഹോം മാച്ചിനും അവിടെയുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി കാര്യങ്ങളാണ് ഓരോ ISL മാച്ചിനും ഉണ്ടാവാറുള്ളത്. അത് ISLന്റെ പൊതുവായിട്ടുള്ള റൂളാണ്. അത് ഓരോ ക്ലബ്ബ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമല്ല. എല്ലാ ISL സ്റ്റേഡിയത്തിലും ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ചില സാധനങ്ങൾ അലോ ചെയ്യില്ല. അതൊക്കെ ISLന്റെ തന്നെ റൂളാണ്. അപ്പം കഴിഞ്ഞ മാച്ചിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു പവർ ബാങ്കോ ഒരു കാര്യങ്ങളും സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കയറ്റി വിടുന്നതല്ല. അപ്പം മാനേജ്മെന്റുമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങി തിരിച്ച സമയത്ത് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ബാനേഴ്സ് അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടുള്ള A3-യിലുള്ള പ്ലക്കാർഡുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ മഞ്ഞപ്പട സ്റ്റാൻഡിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇത്രയും സെക്യൂരിറ്റി ഉണ്ട്. മാനേജ്മെന്റിനെതിരെയുള്ള ഒരു ബാനറോ അല്ലെങ്കിൽ പ്ലക്കാർഡോ എങ്ങനെ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ളപ്പോൾ മഞ്ഞപ്പട സ്റ്റാൻഡിൽ എത്തിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം അത് വളരെ ബുദ്ധിമുട്ടി പല എഫേർട്ട് എടുത്തിട്ടാണ് അന്ന് മഞ്ഞപ്പട സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് നടന്ന ഒരു റാലിയിൽ അന്ന് പോലീസ് ഫോഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം അതിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു റാലി കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ TV-യിൽ കാണുന്നത് പോലെയോ നമ്മൾ ഓൺലൈനിൽ കമന്റ് ഇടുന്നത് പോലെയോ അല്ല ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോ അവസരത്തിനനുസരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം പരിഹരിച്ചുകൊണ്ട് മഞ്ഞപ്പട നമ്മുടെ പ്രതിഷേധത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ആ റാലി സംഘടിപ്പിച്ചത്. സോ റാലിക്ക് ശേഷം പറഞ്ഞ പോലെ സ്റ്റേഡിയത്തിനകത്തുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ A3-യിൽ പ്രിന്റ് ചെയ്ത പ്ലക്കാർഡുകളും മാനേജ്മെന്റിനെതിരെയുള്ള ബാനറും ഒക്കെ സ്റ്റേഡിയത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് എത്തിച്ചത്. അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. പിന്നെ അപ്പം ഈ ഒരു പ്ലക്കാർഡും കാര്യങ്ങളും നമ്മൾ ഫാൻസിന് അല്ലെങ്കിൽ മഞ്ഞപ്പട സ്റ്റാൻഡിൽ വന്നവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അന്ന് ആ ഒരു മാച്ചിന് മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഉള്ളത് മഞ്ഞപ്പട മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. കൂടുതലും കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടി വന്ന സ്കൂളിലെ പിള്ളേർ അല്ലെങ്കിൽ കോളേജിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പല സ്പോൺസേഴ്സിന്റെയും ഓഫീസുകളിലെ സ്റ്റാഫ് അല്ലെങ്കിൽ അക്കാദമികളിലെ കുട്ടികൾ, അങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരായിരുന്നു. മഞ്ഞപ്പട മെമ്പേഴ്സ് സത്യത്തിൽ വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു അന്ന് മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ A3 കാർഡ്സ് കൊടുത്തു. കിക്ക് ഓഫിന് സമയത്ത് നമ്മൾ മാനേജ്മെന്റിനെതിരെയുള്ള ബാനർ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇട്ടു. ആ ഒരു മാച്ചിൽ നമ്മൾ മഞ്ഞപ്പട എന്നുള്ളൊരു ബാനർ ഒഴികെ ബാക്കി എല്ലാ ബാനേഴ്സും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്ലക്കാർഡ്സ് ഉയർത്തിപ്പിടിക്കാനുള്ളൊരു കാര്യം അറിയിച്ചു. അപ്പം എല്ലാവരും ഉയർത്തിപ്പിടിച്ചു. നമ്മളത് അതിനാവശ്യമുള്ള ഫൂട്ടേജസും വീഡിയോസും കാര്യങ്ങളും എടുത്തു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രതിഷേധം കഴിഞ്ഞു, എല്ലാവരും ജസ്റ്റ് കളി തുടങ്ങി, എല്ലാവരും ഈ പ്ലക്കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് ബലമായി ഇവരെ കയ്യിൽ നിന്ന് ഈ ഒരു പ്ലക്കാർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു A3 പിടിച്ചു വാങ്ങാൻ ശ്രമമുണ്ടായി. അപ്പം അത് മഞ്ഞപ്പട മെമ്പേഴ്സ് കൃത്യമായിട്ട് ഇടപെട്ടു. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപരമായിട്ട് നടക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് ചെയ്ത് ആൾക്കാരെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സാധനം തിരിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവര് പിടിച്ചു വാങ്ങി. അത്രയും പ്ലക്കാർഡ്സ് നമ്മൾ തിരിച്ചു വാങ്ങി അവരെ സമാധാനപരമായിട്ട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അപ്പം മഞ്ഞപ്പട മെമ്പേഴ്സ് കൃത്യമായിട്ട് ഇടപെട്ടു. അവിടെ ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിലേക്കും ബഹളത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് ഇടപെട്ട് നല്ല രീതിയിൽ പരിഹരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മഞ്ഞപ്പട മുന്നേ നിശ്ചയിച്ച പ്രകാരം സ്റ്റാൻഡിൽ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ടീം ഗോൾ അടിച്ച് തുടങ്ങിയപ്പോഴാണ് സ്റ്റേഡിയത്തിന്റെ പല കോണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള നോർമൽ ചാൻഡുകൾ ഉയർന്നു വന്നത്. നമുക്ക് അത് ഒരു നോർമൽ ഫാൻ എന്ന രീതിയിൽ നമ്മുടെ ടീം നല്ല ഗോൾ അടിക്കുകയും ഒരു ആവേശം വരികയും ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മഞ്ഞപ്പട ഇനീഷ്യേറ്റ് ചെയ്തു. മഞ്ഞപ്പട ചാൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്
മഞ്ഞപ്പട സ്റ്റാൻഡിൽ ചാൻഡ് ലീഡ് ചെയ്തല്ലോ അല്ലെങ്കിൽ മഞ്ഞപ്പട ചാൻഡ് ചെയ്തല്ലോ എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി കണ്ടു. അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത് മഞ്ഞപ്പട ഒരു രീതിയിലുള്ള ചാൻഡിങ്ങും നടത്തിയിട്ടില്ല, ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അത് സ്റ്റേഡിയത്തിന്റെ പല കോണുകളിൽ നിന്നായി നോർമലായിട്ട് കളി കാണാൻ വന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. സോ സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ അടിച്ച് നമ്മുടെ ടീം വിജയിക്കുകയും ഈ ഒരു സമയത്ത് മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് എന്ന് നമ്മളെപ്പോലെ തന്നെ പറഞ്ഞ മറ്റൊരു ഫാൻ ക്ലബ്ബ് മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് ആരംഭിക്കുകയുണ്ടായി. അപ്പം ടീം വൈക്കിംഗ് ക്ലാപ്പ് അടിക്കുന്ന സമയത്തും അല്ലാതെയും ആ ഒരു ഫാൻ ക്ലബ്ബ് ഡ്രംസും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചു. സോ മാനേജ്മെന്റിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. സൈലന്റ് ആയിട്ട് നിൽക്കാം, സ്റ്റേഡിയത്തിൽ ഒരുവിധ ആക്ടിവിറ്റീസ് നടത്തുന്നില്ല എന്നുള്ളൊരു മഞ്ഞപ്പട പറഞ്ഞപ്പോഴും മറ്റു ഫാൻ ക്ലബ്ബുകൾ നേരെ വിപരീതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്റ്റേഡിയം മൊത്തം ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു കളി കാണാൻ കയറി ചെല്ലുന്ന ആരായാലും അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയി പോവും. അപ്പം അതാണ് ആക്ച്വലി സംഭവിച്ചത്. മഞ്ഞപ്പട വൈക്കിംഗ് ക്ലാപ്പിന്റെ സമയത്ത് മഞ്ഞപ്പട ഡ്രംസ് അടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേഡിയം മൊത്തം അല്ലെങ്കിൽ മഞ്ഞപ്പട സ്റ്റാൻഡിൽ വൈക്കിംഗ് ക്ലാപ്പ് അടിക്കാനുള്ള ഒരു ആഹ്വാനം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രംസും കാര്യങ്ങളും എല്ലാം മറ്റൊരു ഫാൻ ക്ലബിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്ടിവിറ്റീസ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് വൈക്കിംഗ് ക്ലാപ്പും എല്ലാം വന്നതും. സോ കഴിഞ്ഞൊരു ഹോം മാച്ചിൽ മഞ്ഞപ്പട എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചോ അതേ രീതിയിൽ തന്നെയാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഇത് പ്രതിഷേധത്തിന്റെ ഒരു ആദ്യ സ്റ്റെപ്പാണ്. ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ മഞ്ഞപ്പട എന്തൊക്കെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചോ അത്രയും കാര്യങ്ങൾ മഞ്ഞപ്പട ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഇതിനും ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ടക്ട് ചെയ്യാൻ തന്നെയാണ് മഞ്ഞപ്പടയുടെ തീരുമാനം. അത് സ്റ്റേഡിയത്തിനകത്തായാലും സ്റ്റേഡിയത്തിന് പുറത്തായാലും ഈ ഒരു മാച്ചിന് നമ്മൾ എന്തൊക്കെ കണ്ടോ അതിലുപരി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മഞ്ഞപ്പട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും മഞ്ഞപ്പട മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ ചെയ്യും. അപ്പം ബാക്കി എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാ ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന ആരാധകർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരും ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. കളികൾ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് വിജയത്തിൽ എത്തിക്കാനാവുകയുള്ളൂ. ഇത് കൂടാതെ പല കോണിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ബോയ്ക്കോട്ട് ചെയ്തുകൂടെ, എന്തുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നില്ല? സോ സീസണിന്റെ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു മാച്ച് ടിക്കറ്റിന്റെ എമൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, മാനേജ്മെന്റിന് ഒരു പോക്കറ്റ് മണി പോലെയാണ്. അപ്പൊ നമ്മൾ എത്ര ബോയ്ക്കോട്ട് ചെയ്താലും അവര് ഫ്രീ ടിക്കറ്റും കോംപ്ലിമെന്ററി ടിക്കറ്റും കൊടുത്ത് ഗാലറിയിൽ ആളെ കയറ്റും. അപ്പം ഒരു എൻഡ് റിസൾട്ട് എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഗാലറിയിൽ ആളുണ്ടാവും, പക്ഷെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അതിലുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. നമുക്ക് ഈ ഒരു അവസരത്തിൽ വേണ്ടത്, ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന് പറയുന്നത് മീഡിയ അറ്റൻഷൻ ആണ്. മീഡിയ അറ്റൻഷൻ അത് കേരളത്തിലായാലും നാഷണൽ മീഡിയ ആയാലും നമുക്ക് എത്രത്തോളം മീഡിയ അറ്റൻഷൻ ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നു അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ പ്രൊട്ടസ്റ്റ്. സോ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണവും കിട്ടാനില്ല. മാനേജ്മെന്റ് അവർക്ക് വേണ്ട പ്രോഫിറ്റും കാര്യങ്ങളും നമ്മുടെ ISLന്റെ ആദ്യ 5-6 ഹോം മത്സരങ്ങൾ കൊണ്ട് നേടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിലെ ടിക്കറ്റിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ടിക്കറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു പോക്കറ്റ് മണി പോലെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രോഫിറ്റ് മാനേജ്മെന്റിന് കിട്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ബോയ്ക്കോട്ട് നടത്തിയോണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ബോയ്ക്കോട്ട് നടത്തിയാലും അവർ ഫ്രീ ടിക്കറ്റ് കോംപ്ലിമെന്ററി വെച്ചിട്ട് ഗാലറിയിൽ ആളുകളെ എണ്ണം കൂട്ടും. അപ്പം നമ്മൾ നടത്തുന്നതിൽ പിന്നെ ഒരാൾ നോക്കുമ്പോൾ അതിലൊരു അർത്ഥവുമില്ല. കാരണം ഗാലറിയിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമ്മൾ ബോയ്ക്കോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അതിന് ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ നമ്മളെ പ്രൊട്ടസ്റ്റ് ആളുകളുടെ മുന്നിൽ, മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ ഒരു ആൾക്കാരെ അറിയിക്കാതെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ മാത്രം ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയോണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് അതിന് ഉണ്ടാവുകയില്ല. അത് 100% ഉറപ്പായ കാര്യമാണ്. പിന്നെ പലർക്കും ഇനിയിപ്പം മാച്ച് വന്ന് കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും സ്റ്റേഡിയത്തിന് പുറത്തുള്ള ആക്ടിവിറ്റികളിൽ വന്ന് പങ്കെടുക്കാമല്ലോ. കാരണം മഞ്ഞപ്പട കൃത്യമായിട്ട് സമയവും സ്ഥലവും കാര്യങ്ങളും ഇനിയുള്ള പ്രൊട്ടസ്റ്റിൻ്റെ ഇതൊക്കെ എല്ലാം കൃത്യമായി ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കും. അപ്പോൾ ബോയ്ക്കോട്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ കളി കാണാൻ വരാൻ പറ്റാത്തവർക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കളി കാണാൻ പോയിട്ട് അവിടെ നേരിട്ട് ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ. അപ്പം അതാണ് ഇപ്പം നിലവിൽ മഞ്ഞപ്പട തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഭാവിയിൽ ഈ ഒരു തീരുമാനം മാറ്റുമോ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ രീതി ഏതൊക്കെ രീതിയിലേക്ക് മാറുമെന്നുള്ളത് ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിലവിലെ മഞ്ഞപ്പടയുടെ തീരുമാനം എങ്ങനെയാണ്,
ഓൺലൈനിൽ മാക്സിമം പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ഓഫ്ലൈനിൽ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. സ്റ്റേഡിയത്തിൻ്റെ അകത്ത് സ്റ്റാൻഡ്സിൽ ഇനി വരുന്ന മാച്ചുകൾ ഇതിനും ശക്തമായ പ്രതിഷേധങ്ങളും മഞ്ഞപ്പട മാനേജ്മെന്റിനെതിരെയുള്ള ചാൻഡുകളും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലേക്ക് മാറുമെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് മഞ്ഞപ്പടൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു പ്രൊട്ടസ്റ്റിൽ മഞ്ഞപ്പടയുടെ കൂടെ നിൽക്കുക. നമുക്ക് നമ്മുടെ ടീം എന്താ പറയുക, ഒരു വിന്നിങ് മെന്റാലിറ്റി ഉള്ള, നല്ല സ്ക്വാഡ് ഡെപ്ത് ഉള്ള, നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ള, ഓരോ പൊസിഷന് വേണ്ടിയും ടീമിൽ തന്നെ ഇന്റേണലി ഒരു ആരോഗ്യപരമായ ഒരു മത്സരം നടക്കുന്ന, മൊത്തത്തിൽ ഒരു കപ്പടിക്കാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു ടീം നമുക്ക് വേണം. നമ്മൾ അതിനെ അർഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഒരു ടീമിനെ സ്നേഹിക്കുന്ന, ഇത്രയും ഒരു ടീമിനെ നെഞ്ചിലേറ്റിയ ഒരു ഫാൻസും ഉണ്ടാവില്ല. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഈ ടീമിന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ 11 വർഷമായിട്ടും നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യത്തിന്റെ അടുത്തേക്ക് എത്താൻ ഈ ഒരു ടീമിനെ അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ ഉയർത്തിയെടുക്കാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല എങ്കിൽ മാനേജ്മെന്റ് മാറ്റി ചിന്തിക്കേണ്ട എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെയുണ്ട്. സോ അത്തരം ആ ഒരു കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കാനാണ് മഞ്ഞപ്പടയുടെ ഈ പ്രതിഷേധം. സോ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ഓരോരുത്തരും മഞ്ഞപ്പടയുടെ കൂടെ നിന്നുകൊണ്ട്, നമ്മൾ ഓരോരുത്തരുമാണ് മഞ്ഞപ്പട, നമ്മൾ ഓരോരുത്തരും ഈ മഞ്ഞപ്പടയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സോ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അതായത് മഞ്ഞപ്പടയുടെ ഈ ഒരു പ്രതിഷേധം അത് പ്ലേയേഴ്സിനോടോ കോച്ചുമാരോടോ കോച്ചിങ് സ്റ്റാഫിനോടോ ഒന്നുമല്ല. അത് മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെയും മാത്രമാണ്. മഞ്ഞപ്പട ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കും മുന്നേ തന്നെ എല്ലാ പ്ലേയേഴ്സിനും മഞ്ഞപ്പട പേഴ്സണലായിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധം മാനേജ്മെന്റിനെതിരെയാണ്, ടീമിനെതിരെയോ അല്ലെങ്കിൽ കോച്ചിനെതിരെയോ ഒന്നുമല്ല. ടീമിന് എപ്പോഴും മഞ്ഞപ്പട സപ്പോർട്ട് ഉണ്ടാവും, അവർക്കെതിരെ അല്ല ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് മഞ്ഞപ്പട കൃത്യമായി എല്ലാ പ്ലേയേഴ്സിനും അറിയിച്ചിട്ടുണ്ട്. അതിൽ പല പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് കൃത്യമായി പ്ലേയേഴ്സിനെ അറിയിച്ചിട്ടാണ് മഞ്ഞപ്പട ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത് തന്നെ. സോ ആ രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു രീതിയിലും ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനെയാണ് നമ്മുടെ പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് മഞ്ഞപ്പടയുടെ തീരുമാനം. എല്ലാവരും മഞ്ഞപ്പടയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് വിജയമാക്കാനുള്ള കാര്യങ്ങൾക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.